9 വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈക്കേഴ്സ് ഊറൽ മൗണ്ടൻസിലോട്ട് ഹൈക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷേ അവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അതെ, ഡിയാത്ലാവ് പാസ് ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ല. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് ഇതുപോലെ പുതിയ വീഡിയോസ് ലഭിക്കുവാനായി ബെല്ലൈക്കൺ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കൂടിയും എനേബിൾ ചെയ്യുക. അവളുടെ നാക്ക് മിസ്സിംഗ് ആയിരുന്നു. അവളുടെ കണ്ണുകളും ചുണ്ടുകളുടെ പല പാർട്സും മിസ്സിംഗ് ആയിരുന്നു. ഒരാളുടെ തലയോട്ടി പൊട്ടിയ നിലയിലായിരുന്നു. വേറൊരാളുടെ വാരിയലുകൾ തകർന്ന നിലയിലായിരുന്നു. ആ വാരിയലിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു കാർ വന്ന് ഇടിച്ച പ്രതിനിധിയായിരുന്നു. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ്മാർ പറഞ്ഞത് ഇങ്ങനെ ഒരാൾക്ക് വേറൊരാളുടെ വാരിയലുകൾ തകർക്കാൻ സാധിക്കത്തില്ല. അതായത് ഒരു മനുഷ്യൻ ചെയ്ത ക്രൂരകൃത്യമല്ല ഇത്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. 1959 ഒരു ശീതകാലം. റഷ്യയിലുള്ള 10 ലെവൽ 2 സർട്ടിഫിക്കേഷനുള്ള വളരെ അധികം എക്സ്പീരിയൻസ് ഉള്ള ഹൈക്കേഴ്സ്മാർ അവരുടെ അടുത്ത ദൗത്യമായ ലെവൽ 3 സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള പുതിയ ഹൈക്കിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഈ ഹൈക്ക് നടത്താൻ തീരുമാനിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് മൗണ്ടൻ ആയിട്ടുള്ള ഊറൽ മൗണ്ടൻസിൽ പോകാനായിരുന്നു അവരുടെ ടാസ്ക്. അതായിരുന്നു അവരുടെ മിഷൻ. ആ മിഷൻ അവർ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേന് അവർക്ക് ലെവൽ 3 സർട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടുമ്പോൾ ഈ ഹൈക്കേഴ്സ്മാരുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 310 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഹൈക്കാണ്. അത് 16 മുതൽ 20 ദിവസത്തിനകം അവർ എല്ലാ ചെക്ക് പോയിന്റ്സും കവർ ചെയ്ത് തിരിച്ച് ഈ സ്ഥലത്തിലോട്ട് വരുന്നതാണ് അവരുടെ ടാസ്ക്. ഈ ഊറൽ മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഫസ്റ്റ് ആയിട്ടുള്ളൊരു മൗണ്ടൻ എന്ന് പറയാൻ കാരണം അത് ഒന്നാമത്തെ കാര്യം, ഈ ഊറൽ മൗണ്ടൻസിലെ ടെമ്പറേച്ചർ അത് -40 ഡിഗ്രീസ് വരെ പോകാം. പോരാത്തതിന് ഇതിന് പുറമെ വളരെ ശക്തമായിട്ടുള്ള കാറ്റും അവിടെ കാണപ്പെടാറ്. പക്ഷേ ഈ 10 പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഹൈക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വെതർ കണ്ടീഷൻസൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു. ഈ 10 ഹൈക്കേഴ്സും വളരെ യങ് ആയിട്ടുള്ള ഹൈക്കേഴ്സ്മാരായിരുന്നു. ഈ ഹൈക്ക് നടത്താൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഫുൾ നല്ല ഗുഡ് സ്പിരിറ്റിൽ അവർ ഇരിക്കുമായിരുന്നു. അവർക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഹൈക്ക് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഇവരുടെ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അവരുടെ എല്ലാ യാത്രയും പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്യുമായിരുന്നു. അവർ ജേർണൽസ് എഴുതുമായിരുന്നു. അവരുടെ ഫോട്ടോസൊക്കെ അവർ ക്യാപ്ചർ ചെയ്യുമായിരുന്നു. പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇവർക്കുണ്ടായിരുന്നു. ഈ 10 ഹൈക്കർമാരും ഈ ഹൈക്ക് തുടങ്ങിയതിന് ശേഷം കുറച്ച് അധികം മുന്നോട്ട് പോയതിനു ശേഷം അതിനകത്തൂടെ ഒരാൾക്ക് വളരെയധികം ശരീരവേദനയും ജോയിൻസിന് എല്ലാം വേദനയായിട്ട് ആൾക്ക് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ സാധിക്കത്തില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ ആ ആള് ഈ 10 പേരടങ്ങുന്ന ടീമിനെ വിട്ട് മടങ്ങിപ്പോവുകയുണ്ടായി. അങ്ങനെ ആ ആൾ തിരിച്ചു പോയതിനു ശേഷം ഇതിപ്പോൾ ഒരു 9 പേരടങ്ങുന്ന ഒരു ടീമായി മാറി. അങ്ങനെ ഇവർ മുന്നോട്ട് നീങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെടുകയാണ്. അത് ഡിയാത്ലാവ് പാസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ പാസ് കടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്സും അതിൻ്റെ പല പ്രശ്നങ്ങളും അവർ ചർച്ച ചെയ്യാനും അത് കാര്യങ്ങൾ തീരുമാനിക്കാനും വേണ്ടി ഈ ഡിയാത്ലാവ് പാസിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അങ്ങനെ തീരുമാനിച്ചു ഈ പാസ് ഒറ്റ ദിവസം കൊണ്ട്, അതായത് ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് പിറ്റേന്ന് രാവിലെ എണീറ്റ് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പാസിൻ്റെ കടന്ന് അപ്പുറത്ത് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവിടുത്തെ വെതർ ഭയങ്കരമായിട്ട് മാറി. അവർക്ക് യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ നേരത്തെ തീരുമാനിച്ച് ആ സ്ലോപ്പിൽ കൂടെ പോകാതെ വേറെ ഒരു ദിശ സ്വീകരിച്ചു. വേറൊരു സ്ലോപ്പിൽ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സ്ലോപ്പിൽ കൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പക്ഷേ ഇപ്പം തിരഞ്ഞെടുത്ത വഴി ദ ഡെഡ് മൗണ്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടെത്തിക്കുന്നത്.
അങ്ങനെ ഇവർ മുന്നോട്ട് നീങ്ങിയതിന് ശേഷം ഒരു വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം നടക്കുകയാണ്. അതായത് ഈ 9 ഹൈക്കേഴ്സും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈക്കേഴ്സ്മാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടറിയാം അവർ എവിടെ ക്യാമ്പ് ചെയ്യണം, എവിടെ ക്യാമ്പ് ചെയ്താൽ അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു രാത്രി തള്ളി നീക്കാം എന്നുള്ളത് അവർക്കറിയാം. ഇതൊക്കെ വളരെ കൃത്യമായിട്ടറിയാവുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷേ ഇവരൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നു. ഇവർ ഈ റെഡ് മൗണ്ടൻ്റെ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സ്ലോപ്പ് തിരഞ്ഞെടുക്കുന്നു ക്യാമ്പിന്. ഒരിക്കലും ഒരു ടെൻറ്റ് അടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സ്പോട്ട് ആരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഒരാൾ പോലും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇവരിങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഓർക്കണം, ഈ സ്ഥലത്തിലെ ടെമ്പറേച്ചർ -40 ഡിഗ്രീസ് വരെ പോകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ -40 ഡിഗ്രീസിനെ തരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാതെ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള അകത്തുള്ള ഒരു സ്ഥലത്ത്, അതായത് ഡയറക്റ്റ് ഈ തണുത്ത കാറ്റ് അടിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ സാധ്യത കുറവായിട്ടുള്ള സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് സാധാരണയായിട്ട്. പക്ഷേ ഇവിടെ ഇവർ നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെ ഇവർ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അവരവിടെ ക്യാമ്പ് ചെയ്തു. ഈ ക്യാമ്പിങ്ങിന് ശേഷം 3 ആഴ്ചകൾ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഇത്രയും കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴത്തേന് ഓരോ ചെക്ക് പോയിന്റ്സ് വീതമുണ്ട്. ആ ചെക്ക് പോയിന്റ്സിലെത്താൻ ഇവർ 1-2 ദിവസം വൈകിയെങ്കിലും അവർ അത്രയും ഒരുപാട് താമസിക്കാതെ അവരെത്തേണ്ടതാണ്. പക്ഷേ ഇതിപ്പം 3 ആഴ്ച കഴിഞ്ഞിട്ടും അവർ 2ാമത്തെ ചെക്ക് പോയിന്റിൽ പോലും വന്ന് റിപ്പോർട്ട് ചെയ്യാതായപ്പോൾ ആ ഹൈക്ക് ഹോസ്റ്റ് ചെയ്ത ആൾക്കാർ അവർക്കൊരു സംശയം തോന്നി. അവർ അതോറിറ്റീസിനെ വിവരം അറിയിച്ച ഉടനെ തന്നെ ഒരു സെർച്ച് പാർട്ടി ലോഞ്ചായി വിത്ത് മിലിറ്ററി ട്രൂപ്സ്. അങ്ങനെ തെരച്ചിൽ ആരംഭിച്ചു. ഈ തെരച്ചിൽ നടത്തുന്ന ടീം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ക്യാമ്പ് സൈറ്റ് കണ്ടെത്തി. ഇവർ ആ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേന് ഇവരൊരു ഭയാനകമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാണ്. അതായത് ഈ ഹൈക്കേഴ്സ്മാർ ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ ടെൻറ്റ് ആരോ അകത്തുനിന്ന് കീറിയേക്കുമാണ്. ആ ടെൻറ്റിനകത്തോട്ട് ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ഈ 9 പേർക്ക് വേണ്ടിയ എല്ലാ സപ്ലൈസും ആ ടെൻറ്റിനകത്ത് നല്ല നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ഉടുപ്പുകൾ, ആഹാരത്തിൻ്റെ സാധനങ്ങൾ, പിന്നെ അല്ലാത്ത ടൂൾസ്, അതുപോലെ അവർക്ക് വേണ്ടിയ ഷൂസ് എല്ലാം ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഈ ടെൻറ്റിനകത്തൂടെ കാണാൻ സാധിച്ചു. പക്ഷേ അവിടെ ആ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്ത് ഒരു ഹൈക്കേഴ്സ്മാരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ ക്യാമ്പിൻ്റെ വെളിയിൽ നിന്ന് കുറേ സെറ്റ് ഓഫ് ഫുട് പ്രിൻറ്റ്സ് മാത്രം അവർക്ക് കാണാൻ സാധിച്ചു. ആ ഫുട് പ്രിൻറ്റ്സ് അടുത്തുള്ള ഒരു കാട്ടിലേക്ക് അത് പോവുകയാണ്. ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ ഫുട് പ്രിൻറ്റ്സ് ഫോളോ ചെയ്ത് പതിയെ കാട്ടിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആ ഫുട് പ്രിൻറ്റ്സ് നോക്കി മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹൈക്കേഴ്സ് അവരുടെ ടെൻറ്റിൽ നിന്ന് വെളിയിലിറങ്ങി അവർ എങ്ങോട്ടും ഓടിപ്പോവുകയല്ലായിരുന്നു. അവർ വളരെ സ്ലോ ആയിട്ട് ഒരു നോർമൽ പേസിൽ നടന്നു പോകുമായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ഓടുമ്പോഴുള്ള നമ്മുടെ 2 കാലിൻ്റെ ഡിഫറൻസും അതുപോലെ തന്നെ നടക്കുമ്പോഴുള്ള നമ്മുടെ 2 കാലിൻ്റെ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം. ഓടുമ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും 2 കാലിൻ്റെ ഇടയ്ക്കുള്ളത്, അതുപോലെ നടക്കുമ്പോഴാണെങ്കിൽ കുറവായിരിക്കും. അപ്പം ഇതിൽ നിന്ന് ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മനസ്സിലാക്കി ഈ ഹൈക്കേഴ്സ് കാട്ടിലോട്ട് പോയത് വളരെ നോർമൽ സ്പീഡിലാണ്. വിചിത്രമായിട്ടുള്ളൊരു കാര്യം ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടെത്തുന്നത്, ഈ നടന്നു പോകുന്ന ഈ ഫുട് പ്രിൻറ്റ്സ് ചിലർ കാലയിൽ ഷൂ ധരിച്ചിട്ടുണ്ട്, ചിലരുടെ കാലയിൽ ഒരു ഷൂവേ ഉള്ളൂ, ചിലരുടെ കാലയിൽ ഒരു ഷൂ പോലും ഇല്ല. ഓർക്കണം, -40 ഡിഗ്രീസിൽ ഷൂ വളരെ അത്യാവശ്യമാണ്. ബെയർ ഫൂട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞ് നമുക്ക് ഹൈപ്പോതെർമിയ ബാധിക്കും. അപ്പോൾ ഷൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹൈക്കേഴ്സിനും അറിയാം. എന്നിട്ടും ഈ ഒരു കാഴ്ച കാണുമ്പോൾ അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ കാൽപാദങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവർ ആ ഫോറസ്റ്റിൻ്റെ അടുത്തെത്തി. ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടാണ് ഈ ഒരു കാൽപാദങ്ങൾ നടന്നു നീങ്ങുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം അവരൊരു സിഡാർ മരത്തിൻ്റെ അടുത്തെത്തി. അവിടെയാണ് ഈ ഫുട് പ്രിൻറ്റ്സ് എൻഡ് ആവുന്നത്. അവിടെ ഒരു എരിഞ്ഞമർന്ന ഒരു ക്യാമ്പ് ഫയർ അവർക്ക് കാണാൻ പറ്റി. ആ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് തന്നെ അവർക്ക് ഈ 2 ഹൈക്കർമാരുടെ ഡെഡ് ബോഡീസ് കാണാൻ സാധിച്ചു. ആ 2 ഹൈക്കേഴ്സ്മാരുടെ ശരീരത്തിൽ ഈ മാരകമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയതായ വസ്ത്രങ്ങൾ ഒന്നുമേ അവരുടെ ശരീരത്ത് കാണാൻ സാധിച്ചില്ല. ഇതിനു പുറമെ ആ ഹൈക്കർമാരിൽ ഒരാളുടെ കൈ പൊള്ളി കൂടുന്നിരിക്കുകയായിരുന്നു.
വേറൊരാളുടെ കൈയാണെന്നുവരികിൽ ആ കയ്യിൽ മൊത്തം മുറിവുകളും സ്ക്രാച്ച് മാർക്സും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ സിഡാർ മരത്തിൽ ഇവരിൽ ആരോ വളരെ ശ്രമപ്പെട്ട് കയറാൻ ശ്രമിച്ച പാടുകളും ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ ചില കൊമ്പുകൾ ഒടിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. അത് ചിലപ്പോൾ ഇവരിൽ ആരോ കയറാൻ ശ്രമിച്ചപ്പോൾ ഒടിഞ്ഞതായിരിക്കാം. ഇവര് ഒരുപക്ഷെ എന്തോ കണ്ട് പേടിച്ചിട്ടോ അതല്ലെങ്കിൽ എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടി ഈ മരത്തിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചതായിരിക്കാം. പിന്നീട് ഈ 2 ബോഡി കിടന്ന സ്ഥലത്ത് നിന്ന് ഒരു 100 അടി അപ്പുറം മാറി ഇവർക്ക് ഒരു 3 ബോഡിയും കൂടിയും കിട്ടി. ഈ 3 മൃതശരീരങ്ങളുടെ പുറത്തും അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ വസ്ത്രങ്ങളൊന്നും അവരുടെ ശരീരത്ത് കാണാൻ സാധിച്ചില്ല. ഈ 3 ഹൈക്കർമാരുടെ ബോഡി കിടക്കുന്ന പൊസിഷൻ കണ്ടപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായത് ഇവര് തിരിച്ച് അവരുടെ ക്യാമ്പ് സൈറ്റിൽ പോകുന്ന വഴിയിൽ ഈ തണുപ്പ് മൂലം അവര് ഹൈപ്പോതെർമിയ ബാധിച്ചാണ് അവര് മരണപ്പെട്ടത്. ആ 3 ഹൈക്കറിൽ ഒരാളുടെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. അതായത് ഏതോ ഒരു കനമുള്ള വസ്തു കൊണ്ട് ആ ആളുടെ തലയെ വീണ്ടും വീണ്ടും അടിച്ച് ആ തല തകർത്തതാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ ആളുടെ മരണകാരണം ഹൈപ്പോതെർമിയ തന്നെയാണ്. മരണത്തിന് ശേഷമാണ് ഈ തലയ്ക്ക് പറ്റിയ ക്ഷതമുണ്ടായത്. അതുപോലെ തന്നെ ഈ 3 പേരുടെയും വാരിയലിന്റെ അടുത്ത് ഒരു ചതുര ആകൃതിയിൽ ഉള്ള ഒരു മുറിവ് കാണാൻ സാധിച്ചു. പിന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരും ഇട്ടിരിക്കുന്നത് അവരവരുടെ വസ്ത്രങ്ങൾ മാത്രമല്ല, അവർ വേറെ ആൾക്കാരുടെയും വസ്ത്രങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞത് ഈ 5 പേരും ഹൈപ്പോതെർമിയ ബാധിച്ചാണ് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ക്ലെയിമിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ്മാരും ശരിവെച്ചു. അതായത് ഈ 5 മരണങ്ങളിലും ഒരു ഫൗൾ പ്ലേ നടന്നിട്ടില്ല, ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയും നടന്നിട്ടില്ല. എല്ലാവരുടെയും കോസ് ഓഫ് ഡെത്ത് നാച്ചുറൽ ആണ്. പിന്നെ കുറേ നാൾക്ക് ശേഷം അവിടുത്തെ മഞ്ഞൊക്കെ ഉരുകാൻ തുടങ്ങി. അതിനുശേഷമാണ് ബാക്കി ഉള്ള 4 ഹൈക്കേഴ്സ്മാരുടെയും ശവശരീരങ്ങൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ലഭിച്ചത്. ഇതിനു ശേഷമാണ് ഈ ഒരു നോർമൽ മിസ്റ്ററി ഒരു നെക്സ്റ്റ് ലെവൽ മിസ്റ്ററി ആയി മാറുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഈ 4 പേരെയും കിട്ടുന്നത് വളരെ ദൂരെ ഒരു ഡിയാത്ലൗ ഡെൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ നിന്നാണ്. പോരാത്തതിന് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4 പേരുടെയും ശവശരീരങ്ങൾ 13 അടി ഉയരം ഉള്ള ഒരു മഞ്ഞിൻ്റെ ഒരു ലെയർ ഈ 4 പേരുടെ ശരീരങ്ങളുടെ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ ഘട്ടത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇവരുടെ ശരീരങ്ങൾ കാണാൻ സാധിച്ചില്ല. പിന്നീട് മഞ്ഞുരുകിയപ്പോഴാണ് ഈ 4 പേരുടെയും ശവശരീരങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കണ്ടെത്താൻ സാധിച്ചത്. ഈ 4 പേരിൽ ഒരാളുടെ മരണവും മുൻപേ മരിച്ച 5 പേരുടെ മരണത്തിന് സമാനമാണ്. ഇയാളും ഹൈപ്പോതെർമിയ മൂലമാണ് മരണപ്പെട്ടത്. പക്ഷേ 7ാമത്തെ ആളുടെ തലയോട്ടി അത് തകർന്ന നിലയിലായിരുന്നു കാണപ്പെട്ടത്. പോരാത്തതിന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ്മാരും പറഞ്ഞത് ഈ തലക്കേറ്റ ക്ഷതം തന്നെയാണ് ആ ആളുടെ മരണകാരണം. 8ാമത്തെ ഹൈക്കറിന്റെ വാരിയലുകൾ മൊത്തം തകർന്ന് തരിപ്പണമായ നിലയിലായിരുന്നു. അതായത് ഒരു വണ്ടി വന്ന് അയാളെ ഇടിച്ച് ഒരു പ്രതിനിധിയായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ്മാർ പറഞ്ഞത് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന്റെ വാരിയലുകൾ ഈ രീതിയിൽ തകർക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. 9ാമത്തെ ഹൈക്കർ അതൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ നാവ് മിസ്സിംഗ് ആയിരുന്നു. കണ്ണുകളും 2ഉം മിസ്സിംഗ് ആയിരുന്നു. ചുണ്ടുകളുടെ പല പാർട്സും മിസ്സിംഗ് ആയിരുന്നു. അവരുടെ നെഞ്ച് കുഴിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. അവരുടെ തലയോട്ടിയും തകർന്ന നിലയിലായിരുന്നു. ആ തകർന്ന തലയോട്ടിയുടെ ഒരു പീസ് അതും മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഈ 4 ഹൈക്കർമാരും പല സമയത്തായിട്ടാണ് അവർ മരണപ്പെട്ടത്. കാരണം അവർ പലരുടെ വസ്ത്രങ്ങളാണ് അവരുപയോഗിച്ചത്. അതായത് ഒരാൾ മരിക്കുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ അവരെടുത്ത് ഉപയോഗിക്കും. അതുപോലെ തന്നെ അടുത്ത ആൾ മരിക്കുമ്പോൾ അവരുടെ വസ്ത്രവും ഇതുപോലെ തന്നെ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ട ആൾക്കാരിൽ ചിലരുടെ ദേഹത്ത് അവരുടെ വസ്ത്രങ്ങൾ മാത്രമല്ല വേറെ പലരുടെയും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ദേഹത്ത്. ആ ടീമിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. പല പുരുഷന്മാരുടെ ദേഹത്തും ഈ സ്ത്രീകളുടെ വസ്ത്രങ്ങളും കാണപ്പെട്ടായിരുന്നു. ഇതിനും പുറമെ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ പുറത്ത് റേഡിയേഷൻ്റെ ട്രേസസ് കാണാൻ സാധിച്ചായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ പല വിചിത്രമായ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും സോവിയറ്റ് യൂണിയൻ ഗവൺമെൻറ് ഈ കേസ് ഓപ്പൺ ചെയ്ത് അതേ സ്പീഡിൽ തന്നെ ക്ലോസ് ചെയ്യുകയും ഉണ്ടായി. സോവിയറ്റ് ഗവൺമെൻറ് റിപ്പോർട്ടിൽ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മരണപ്പെട്ടത് ഏതോ നാച്ചുറൽ ഫോഴ്സ്
മൂലമാണ്, നാച്ചുറൽ ഡിസാസ്റ്റർ എന്നല്ല, നാച്ചുറൽ ഫോഴ്സ് മൂലമാണ് ഇവർ മരണപ്പെട്ടത്. ആ നാച്ചുറൽ ഫോഴ്സിനെ ഇവരുടെ, അതായത് ഈ ഹൈക്കേഴ്സ്മാരുടെ ഇൻകോമ്പിറ്റൻസ് മൂലം അവർക്കത് ആ നാച്ചുറൽ ഫോഴ്സിനെ മറികടക്കാൻ സാധിച്ചില്ല. അതുമൂലമാണ് അവർ മരണപ്പെട്ടത്. ആ റിപ്പോർട്ടിലെങ്ങും ഈ നാച്ചുറൽ ഫോഴ്സ് ഏതാന്നുള്ളത് എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം റഷ്യയിലുള്ള ആൾക്കാരാകട്ടെ, അല്ലെങ്കിൽ റഷ്യയുടെ വെളിയിൽ ഉള്ള ആൾക്കാരാകട്ടെ, ഈ ഒരു റിപ്പോർട്ടിൽ വിശ്വസിക്കാൻ യാതൊരു താല്പര്യവും അവർക്കില്ലായിരുന്നു. കാരണം പല കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാതിരിക്കാൻ. ഈ മരിച്ച ഹൈക്കേഴ്സിൻ്റെ ബന്ധുക്കൾക്ക് പോലും ഈ റിപ്പോർട്ടിൽ യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. പിന്നീട് ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് പല തിയറീസും ഇറങ്ങാൻ തുടങ്ങി. ഇതൊരു ആവലാഞ്ച് മൂലം ഉണ്ടായ ഒരു ഡിസാസ്റ്റർ ആണെന്നും, അതല്ലെങ്കിൽ അവിടെയുള്ള മാൻസി ട്രൈബ്സ് അവരുടെ ടെറിട്ടറിയിൽ ഇവർ അതിക്രമിച്ച് കയറിയുകൊണ്ട് ഇവരെ കൊന്നു തള്ളിയതാണെന്നും ഒക്കെ കുറേ തിയറീസും, പിന്നെ ഏലിയൻ അബ്ഡക്ഷൻ, മിലിറ്ററിക്കാർ അവരുടെ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഇവർ മരണപ്പെടുകയുണ്ടായെന്നും, ഇങ്ങനെ പല തിയറീസും മുന്നോട്ട് വന്നു. പക്ഷേ ഇതൊന്നും തെളിയിക്കാൻ ഉള്ള പ്രൂഫ്സോ അല്ലെങ്കിൽ അതിന് ഒരു ബേസോ ഈ ഒരു തിയറീസിന് യാതൊന്നിനും സാധിച്ചില്ല. അതാണ് വാസ്തവം. ഈ ആവലാഞ്ച് മൂലമാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്ന് പറഞ്ഞാലും, അതായത് ഇന്നേ വരെ ആ ഒരു സ്ഥലത്ത് ആവലാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് അന്നും ചെയ്തിട്ടില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അവിടെ ഒരു ആവലാഞ്ച് റിപ്പോർട്ടായിട്ടില്ല. പോരാത്തതിന് അവിടെയുള്ള മാൻസി ട്രൈബ്സും അതോറിറ്റീസിന് ഒരു ആവലാഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് അവരും ചെയ്തിട്ടില്ല. പിന്നീടുള്ളത് മാൻസി ട്രൈബ്സ് അവർ കൊന്നു തള്ളിയതാണെന്നുള്ളൊരു തിയറിയാണ്. മാൻസി ട്രൈബ്സ് അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രൈബാണ്. അവർ ഇന്നേ വരെ വയലൻ്റായിട്ട് ഔട്ട്സൈഡേഴ്സിനോട് ബിഹേവ് ചെയ്തതായിട്ട് ഇന്നേ വരെ ഒരു റിപ്പോർട്ടും ആരും കണ്ടിട്ടില്ല, ആരും ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനെ അതും ബേസിക്കലി ബേസ്ലെസ് ആയിട്ടുള്ളൊരു തിയറിയായിരുന്നു. പിന്നീട് ഏലിയൻ അബ്ഡക്ഷൻ, അതെല്ലാം ചുമ്മാ കാറ്റത്ത് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു തിയറീസ്, അല്ലാതെ തെളിയിക്കാൻ പറ്റുന്ന ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ മിലിറ്ററി ഓപ്പറേഷൻ ആയാലും മിലിറ്ററി വെപ്പൺ ടെസ്റ്റിംഗ് ആയാലും. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്ത് ഈ 9 ഹൈക്കേഴ്സ്മാരുടെ ഫുട് പ്രിൻറ്റ്സ് അല്ലാതെ വേറെ ഒരാളുടെ ഫുട് പ്രിൻറ്റ് പോലും ആ ഏരിയയിൽ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഈ കേസ് ക്ലോസ് ആയതിനു ശേഷം 2019 റഷ്യൻ ഗവൺമെൻറ് തന്നെ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുകയാണ്. കാരണം ഇതൊരു ഹൈ പ്രൊഫൈൽ കേസായിരുന്നു. ഇത് വെൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള, വെൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ഈ കേസ് അവർ വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അന്വേഷിച്ചിട്ടും അവസാനം അവർക്ക് ഈ ആദ്യമേ കണ്ടെത്തിയ അതേ സെയിം കാര്യങ്ങൾ മാത്രമേ അവർ കണ്ടെത്തിയിട്ടുള്ളൂ. ലാസ്റ്റിൽ അവരുടെ റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രം അവർ എക്സ്ട്രാ ആഡ് ചെയ്തു. അതായത് ഈ ഒരു ഇൻസിഡൻറ്റിൽ യാതൊരു ഫൗൾ പ്ലേയും ഇല്ല, യാതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയും ഇല്ല എന്ന് ഒരു ലൈൻ കൂടിയും അവർ ആ റിപ്പോർട്ടിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം ഒഫീഷ്യൽസിന് കൺക്ലൂസീവായിട്ടുള്ളൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒഫീഷ്യലി ഈ കേസ് ക്ലോസ് ആവുകയാണ്. പക്ഷേ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുന്നു. ഇന്നും ഈ ഒരു കേസ് ഒരു അൺസോൾവ്ഡ് മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുവാനായി ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.